ഹായ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പീരിയോഡിക് ടേബിൾ ആയിരിക്കും. കുറേ എലമെന്റ്സ് വളരെ കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ ആണ് പീരിയോഡിക് ടേബിൾ. അതിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത എലമെന്റ്സ് വരെ ഉണ്ടായിരിക്കും. 118 എലമെന്റ്സ് ആണ് ഇത്രയും കാലമായിട്ട് നമുക്ക് പീരിയോഡിക് ടേബിളിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതാണ് വളരെ കറക്റ്റ് ആയിട്ട് അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ധാരാളം കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് പറ്റും. കെമിസ്ട്രിയില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് ഓർഗാനിക് കെമിസ്ട്രി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത് കാർബൺ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ്. അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ നെയിമിങ്, അവരുടെ യൂസസ് അതൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. 118ഓളം എലമെന്റ് പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിട്ടും കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റിനെ പറ്റി മാത്രം പഠിക്കാൻ നമുക്കൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട് കെമിസ്ട്രിയിൽ. എന്തായിരിക്കും ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് കാർബൺ ഉണ്ടായിരിക്കുക? കാർബണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിന്റെ വേഴ്സറ്റൈൽ നേച്ചർ. വേഴ്സറ്റൈൽ നേച്ചർ എന്ന് പറഞ്ഞാൽ കാർബണിന് വേരിയസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ദ എബിലിറ്റി ഓഫ് ആൻ എലമെന്റ് ടു ഫോം വേരിയസ് കോമ്പൗണ്ട്സ്, അതിനെയാണ് നമ്മൾ വേഴ്സറ്റൈൽ നേച്ചർ എന്ന് പറയാം. കാർബണിന് ഇത്രയും കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് അതിന് രണ്ട് പ്രോപ്പർട്ടീസ് കാരണമാണ്. അതിൽ ഒന്നാമത്തെയാണ് കാറ്റനേഷൻ. കാറ്റനേഷൻ എന്താണെന്ന് വെച്ചാൽ കാർബണിന് സ്വയം ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയാം. കാർബണിന് എത്ര കാർബണുമായിട്ട് വേണമെങ്കിലും ബോണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതും ലോങ് ചെയിൻ ആയിട്ട് മാത്രമല്ല, ബ്രാഞ്ചസ് ആയിട്ടും റിങ്സ് ആയിട്ടും ഒക്കെ ഡിഫറെന്റ് ടൈപ്പില് കാർബണിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു നേച്ചറിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത്. ഈ കാറ്റനേഷന് കാർബണിനെ ഹെൽപ്പ് ചെയ്യുന്നത് അതിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. അതാണ് അതിന്റെ ടെട്രാവാലൻസി. ടെട്രാവാലൻസി എന്ന് പറഞ്ഞാൽ കാർബണിന് 4 ബോണ്ടാണ് ഫോം ചെയ്യാനായിട്ട് പറ്റുക. മോസ്റ്റ് ഓഫ് ദമും കൊവലന്റ് ആയിരിക്കും. കൊവലന്റ് ബോണ്ട് 4 എണ്ണമാണ് ഫോം ചെയ്യാൻ പറ്റുക. ഈ രണ്ട് പ്രോപ്പർട്ടി കാരണമാണ് കാർബണിന്റെ വേഴ്സറ്റൈൽ നേച്ചർ ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്. ഇനി കാറ്റനേഷൻ കാണിക്കുന്നത് കാർബൺ മാത്രമല്ല, വേറെയും ചില എലമെന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതാണ് നൈട്രജൻ, സിലിക്കൺ, സൾഫർ. പക്ഷേ ഇവരുടെ ഒന്നും കാറ്റനേഷൻ പ്രോപ്പർട്ടി കാർബണിന്റെ അത്രയും സ്ട്രോങ് അല്ല. അവർക്കൊക്കെ വീക്ക് ആയിട്ടുള്ള കാറ്റനേഷൻ പ്രോപ്പർട്ടി ആണ് ഉള്ളത്. അതുകൊണ്ടാണ് കാർബണിന് ഇത്രയും എമൗണ്ട് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. കാർബൺ തന്നെ, അതായത് കാർബണിന്റെ കോമ്പൗണ്ട്സ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് 10 മില്യണിലും മുകളിലാണ് വരുന്നത്. ബാക്കി 117 എലമെന്റ്സ് ഒന്നിച്ചുണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ അതിലും താഴെയാണെന്നാണ് പറയുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ കിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാർബണിനെ പറയാം. ഓക്കെ, ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.